നമസ്കാരം. ബംഗ്ലാദേശിനെയും നേപ്പാളിനെയും വിറപ്പിച്ച ജെൻസി പ്രക്ഷോഭം പാക് അധീന കശ്മീരിലും. ആഴ്ചകൾക്ക് മുമ്പ് അരങ്ങേറിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ അടങ്ങുന്നതിന് മുമ്പാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. വിദ്യാഭ്യാസ പരിഷ്കരണത്തെ ചൊല്ലി വിദ്യാർത്ഥികളടങ്ങുന്ന ജെൻസി തലമുറ നടത്തുന്ന പ്രക്ഷോഭം പാകിസ്ഥാന് തലവേദനയാവുകയാണ്. ഫീസ് വർധനവിനും മൂല്യനിർണ്ണയ പ്രക്രിയയ്ക്കുമെതിരെ സമാധാനപരമായി ആരംഭിച്ച പ്രതിഷേധം ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരായ പ്രക്ഷോഭമായി വളരുകയായിരുന്നു. ജെൻസി തലമുറയ്ക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തി ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുകയാണ്. ആഴ്ചകൾക്ക് മുമ്പ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു. നാം അധിനിവേശ കശ്മീർ എന്നും പാകിസ്ഥാനികൾ ആസാദ് കശ്മീർ എന്നും വിളിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് അന്ന് പാകിസ്ഥാനെതിരെ ആസാദി മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്വതന്ത്ര രാജ്യ പദവിയോ അതുപോലെ ഇന്ത്യയിലേക്ക് കൂടുമാറലോ നടക്കണമെന്ന് പ്രക്ഷോഭകാരികളിൽ പലരും ആവശ്യപ്പെട്ടിരുന്നു. ഒടുവിൽ ഷെരീഫ് സർക്കാർ വഴങ്ങുകയും പ്രതിഷേധക്കാരുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം അവസാനിച്ചത്. അവരുടെ ചില പ്രധാന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയത്. മുസഫറാബാദിലെ സർവകലാശാലയിലാണ് ഫീസ് വർധനവിനെതിരെയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്കുമായി കുട്ടികൾ പ്രതിഷേധം ആരംഭിച്ചത്. പ്രക്ഷോഭം ശക്തി പ്രാപിച്ചതോടെ സർവകലാശാല ഭരണകൂടം ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ നിരോധിച്ചു. 2024 ജനുവരിയിലും സമാനമായ പ്രതിഷേധം നടന്നിരുന്നു. സെമസ്റ്റർ ഫീസിന്റെ പേരിൽ ഓരോ 3-4 മാസം കൂടുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ പിരിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. അന്ന് POKയിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഇത്തവണ ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥികളും പ്രതിഷേധത്തിൽ അണിചേർന്നിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ മെട്രിക്കുലേഷൻ, ഇന്റർമീഡിയറ്റ് തലങ്ങളിൽ മാർക്കിംഗ് അഥവാ ഡിജിറ്റൽ മൂല്യനിർണ്ണയ സംവിധാനം ഏർപ്പെടുത്തിയതാണ് അവരുടെ പ്രധാന പരാതി. ഒക്ടോബർ 30 6 മാസത്തെ കാലതാമസത്തിന് ശേഷം POKയിൽ ഇന്റർമീഡിയറ്റ് 1ാം വർഷ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എന്നാൽ പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്ക് ലഭിച്ചുവെന്ന വിദ്യാർത്ഥികളുടെ പരാതി വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. മാർക്കിംഗ് സംവിധാനമാണ് ഇതിന് കാരണമെന്ന് അവർ ആരോപിച്ചതായി പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നു. ചില സന്ദർഭങ്ങളിൽ എഴുതാത്ത വിഷയങ്ങളിൽ പോലും വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതേക്കുറിച്ച് വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം മിർപൂരിലെ വിദ്യാഭ്യാസ ബോർഡ് മാർക്കിംഗ് പ്രക്രിയയെ വിലയിരുത്താൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഉത്തരക്കടലാസിന്റെ പുനഃപരിശോധന ഫീസ് ഒഴിവാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ പരാതികൾ ഇപ്പോൾ ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, മോശം ആരോഗ്യ സംരക്ഷണം, ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം എന്നിവയെല്ലാം യുവാക്കളുടെ നിരാശ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സമരം തെരുവിലേക്ക് നീങ്ങുകയാണ്. അതിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പുണ്ടായെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ POKയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. POKയിലെ പ്രശ്നങ്ങളെ അടിച്ചമർത്താനാണ് ISIയുടെയും സൈനിക മേധാവി അസീം മുനീറിന്റെയും തീരുമാനം. അതിനിടെ സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന 27ാം ഭരണഘടനാ ഭേദഗതി ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇതോടെ മുനീർ കൂടുതൽ കരുത്തനാവും. 27ാം ഭേദഗതിക്ക് പിന്തുണ തേടി സർക്കാർ തന്നെ സമീപിച്ചതായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവി ബിലാവൽ ഭൂട്ടോ സർദാരി ട്വീറ്റ് ചെയ്തതിനെ തുടർന്നാണ് ഭരണഘടനയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ആരംഭിച്ചത്. മെയ് മാസത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നാണ് മുനീറിനെ ഫീൽഡ് മാർഷലായി നിയമിച്ചത്. ഇപ്പോൾ POKയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ചുമതലയും അസീം മുനീറിന് മുന്നിലാണ്. പക്ഷേ POKയിലെ യുവജനതയിൽ പാക് വിരുദ്ധ വികാരം ശക്തമാണ്. പാകിസ്ഥാൻ തങ്ങളുടെ നാടിനെ ലോകത്തിന്റെ തീവ്രവാദ ഫാക്ടറിയാക്കി മാറ്റിയെന്നാണ് വിദേശത്തുള്ള അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർ പറയുന്നത്. കശ്മീരിനെ പൊതുവെ ഭൂമിയിലെ സ്വർഗമെന്ന് പറയുന്നത് പോലെയാണ് POKയിലെ ഭൂപ്രകൃതി. കൊതിപ്പിക്കുന്ന മഞ്ഞുമലകളും കാൽപ്പനികത തുളുമ്പി നിൽക്കുന്ന ആപ്പിൾ മരങ്ങളും പൈൻ മരങ്ങളും സഞ്ചാരികളെ മാടി വിളിക്കുന്ന തടാകങ്ങളും എല്ലാം തന്നെ അധിനിവേശ കശ്മീരിലുമുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ശാന്തസുന്ദരം. പക്ഷേ അകത്തേക്ക് ചെന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ നാട് നരകമാണെന്ന് മനസ്സിലാവുക. ശരിക്കും പാകിസ്ഥാന്റെ തീവ്രവാദ ഫാക്ടറിയാണ് ഈ നാട്. ലഷ്കർ-ഇ-തൊയ്ബയുടെ നേതൃത്വത്തിൽ മാത്രം ഇവിടെ 1000-ലേറെ തീവ്രവാദ ക്യാമ്പുകളാണ് 90കളിൽ പരസ്യമായി നടത്തിയിരുന്നത്. പാക് സർക്കാരിന്റെ പിന്തുണയോടുകൂടി മദ്രസകളോട് ചേർന്ന് മതപഠനത്തിനൊപ്പമാണ് ഇവിടെ തീവ്രവാദ പരിശീലനവും കൗമാരക്കാർക്കായി നടത്തുന്നത്. ഇവരിൽ നല്ലൊരു വിഭാഗത്തെയും വിടുക ഇന്ത്യയിലേക്കാണ്. അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറി കശ്മീരിലെത്തി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ഈ ക്യാമ്പുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുന്നതുകൊണ്ടും പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നതുകൊണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാറില്ല. താലിബാനും ISIസും തൊട്ട് ഷിയ തീവ്രവാദത്തിനും ബോക്കോ ഹറാം തീവ്രവാദികൾക്ക് വരെ ബ്രാഞ്ചുകളുള്ള പ്രദേശമാണിത്. ഇത് പലപ്പോഴും പാക് സർക്കാരിന് തന്നെ ഭീഷണിയായി. ഇന്ത്യയെ തകർക്കാനുള്ള കള്ളനോട്ടിന്റെ ഹബ്ബായി പ്രവർത്തിച്ച ചരിത്രവും അധിനിവേശ കശ്മീരിന്റെ തലസ്ഥാനമായ മുസഫറാബാദിന് പറയാനുണ്ട്. നേപ്പാൾ വഴി വൻതോതിൽ ഇന്ത്യയിലേക്ക് കള്ളനോട്ട് ഇറക്കുന്ന രീതി ഇവിടെ വ്യാപകമായി നടന്നിരുന്നു. ഗാന്ധി തലയുള്ള നോട്ടുകൾ കൊടുത്താൽ ജിന്നയുടെ തലയുള്ള നോട്ടുകൾ കിട്ടിയ കാലം നേരത്തെ ഉണ്ടായിരുന്നു. അതേസമയം തീവ്രവാദത്തിന് തീവെട്ടി പിടിച്ചുകൊണ്ട് നടത്തുന്ന കളികളെല്ലാം തന്നെ തീക്കളികളാണെന്ന് പാകിസ്ഥാൻ ഈ അടുത്താണ് അറിഞ്ഞത്. കാരണം താലിബാനും അൽ-ഖ്വയ്ദയ്ക്കും ISIസിനും തൊട്ട് സകല ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കും ഇവിടെ ബ്രാഞ്ചായി. പാക് താലിബാൻ ശക്തി പ്രാപിച്ചു. ചില ഭാഗങ്ങളിൽ ഷിയ തീവ്രവാദവും ഉണ്ടായി. ഇപ്പോൾ അവരെല്ലാം പാകിസ്ഥാനെ തിരിഞ്ഞുകുത്തുകയാണ്. തങ്ങളെ തീവ്രവാദികളാക്കിയ ഒരു ഗുണ്ടാരാഷ്ട്രമായിരുന്നു പാകിസ്ഥാൻ എന്ന് വൈകിയ വേളയിലെങ്കിലും പാക് അധീന കശ്മീരിലെ വിദ്യാസമ്പന്നർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വളർന്നാൽ അത് POKയുടെ വിമോചനത്തിലേക്കാവും നയിക്കുക. ഇവിടെയാണ് എല്ലാവരും ഇന്ത്യയുടെ റോൾ ഉറ്റുനോക്കുന്നത്. നഷ്ടപ്പെട്ട ഇന്ത്യയുടെ ഭാഗം തിരിച്ചുപിടിക്കാനുള്ള സുവർണാവസരമായി ഇന്ത്യ ഇതിനെ എടുക്കുമോ എന്നതാണ് പാകിസ്ഥാൻ ഭയക്കുന്നത്.